ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, നമുക്ക് ഒരു പല തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ്. ഓരോരുത്തരുടെ എന്താ പറയുക, വ്യാകുലതകളും ആകുലതകളും ഒക്കെയാണല്ലോ. അപ്പം ഇതിൽ മറ്റൊന്ന് ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. സ്വതവേ നമ്മൾ ഇപ്പം കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഒരു പ്രായം കഴിഞ്ഞൊരു 50 കഴിഞ്ഞിട്ട് അത് മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും പരസ്പരം പിരിയാന്ന് വിചാരിക്കുക. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള പല ടേംസുകളും നമുക്ക് പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഈ ആളുകളിൽ നമുക്ക് സാധാരണ കാണാറുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ദമ്പതികളായിട്ടുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ വേറെ പിരിയുന്ന അവസ്ഥ നമ്മളിപ്പോൾ ധാരാളം കാണുന്നുണ്ട്. അധികാലം ജീവിക്കുന്നില്ല, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് പിരിയുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഗ്രേ ഡിവോഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ കുറേ കാലങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു 10-50 വയസ്സോളം, ഒരാളുടെ ആയുസിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നീട് അവർ വേർപിരിയുമ്പോൾ അവർ മുടിയൊക്കെ നരയ്ക്കുന്ന ആ സമയമാകുമ്പോൾ പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. പക്ഷേ എന്നാലും ചില ആളുകളൊക്കെ ഇത് ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കമ്പാരിറ്റീവ്ലി ബിഫോർ. അതിന് ഒരു കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ഇവർ ലൈഫ് പാർട്ട്നേഴ്സായിട്ട് ചിലപ്പോൾ 10-25 കൊല്ലോ 30 കൊല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 വയസ്സിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഗ്രേ ഹെയർസൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഒരു 10-25 കൊല്ലം അവരുടെ ദാമ്പത്യ ജീവിതം അവർ ഒരുമിച്ചുണ്ടായിട്ടുണ്ടാകും. അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അവരുടെ പ്ലസ്സും മൈനസൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും രണ്ടുപേരും. ഇപ്പം എൻ്റെ ഗുണങ്ങളും എൻ്റെ വൈഫിനറിയാം, എൻ്റെ ദോഷങ്ങളും ചിലതൊക്കെ നെഗറ്റീവ്സ് അറിയാൻ പറ്റുമായിരിക്കും. അതുപോലെ അങ്ങോട്ടും മ്യൂച്വലി. അപ്പോൾ അതിൻ്റെ ആ വീക്ക്നെസ്സിൽ ചിലപ്പോൾ അവരിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇതിനൊരു കാരണമായിരിക്കാം. ഞാൻ പോരാതെ വന്നു പോകുമോ, എൻ്റെ ഒരു ഇത് പോരാ എന്നുണ്ട്. കാരണം എൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ പാർട്ട്ണർ തിരിച്ച് ചിന്തിക്കുകയാണ്, ഞാൻ ഇദ്ദേഹത്തിന് മതിയാവാതെ വരുമോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കറിയാലോ, അങ്ങനെയുള്ളവർ ചെന്ന് വരുമ്പോൾ എന്നാൽ ഇദ്ദേഹത്തിനായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ, അടികൂടാൻ എനിക്ക് താല്പര്യമില്ല. മ്യൂച്വലി ഞങ്ങൾ വളരെ സൗഹൃദപരമായി ജീവിച്ചതുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാട്ടോ, മ്യൂച്വലി വൈസ് വേഴ്സ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്കും വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയാം. മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയണ്ട. കുറേ കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയ കുറ്റങ്ങൾ ചിലപ്പോൾ അയാൾക്ക് അതാവില്ല, അയാൾക്ക് വേറെ ചില കുറ്റങ്ങളായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെ അധികം ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ പല ആളുകളും സെപ്പറേഷൻ ആയതൊക്കെ അവരതൊന്നും വിളിച്ചു പറയാതെ അവർ സെപ്പറേറ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എന്തായാലും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. മ്യൂച്വലി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും സൗമ്യമായ രീതിയിൽ അത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചില താരദമ്പതികൾ അല്ലെങ്കിൽ അല്ലാത്ത വ്യക്തിത്വങ്ങൾ, 2 വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ അവർ പറയും, നമുക്ക് അടികൂടൊന്നും വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ എന്നോടുള്ള ഇഷ്ടം കളയണ്ട, എന്നോടുള്ള ഇഷ്ടം നമ്മുടെ സൗഹൃദം എന്നും അതേമാതിരി നിലനിൽക്കണം, നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വേണമെങ്കിൽ എത്താമെന്നൊക്കെ പറഞ്ഞ കേസുകളും നമുക്ക് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ നമുക്ക് എണ്ണപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. ചെറുപ്പക്കാരുള്ളതുപോലെ തന്നെ വലിയ ആളുകളിലും ഇങ്ങനെ കാണുന്നുണ്ട്. അത് അവരുടെ മൈൻഡ് സെറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെ മൈൻഡ് സെറ്റ് രണ്ടിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു ഈഗോ അടിക്കാതെ അവർ സന്തോഷപോലെ ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് കാലം കൂടിയും ആ ഹാപ്പി ലൈഫിൽ മുന്നോട്ട് പോകണം, അവൾക്ക് കുറച്ച് കാലം കൂടിയും ഹാപ്പി ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയാം. അതിന് ഞാനൊരു തടസ്സമായിരിക്കരുത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി, എൻ്റെ പാട്ട് ഞാൻ പിന്തിരികയും എതിർവശത്തുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പാട്ട് അവരും പിന്തിരിയാൻ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയും മറ്റ് പരസ്യമായിട്ട് കുടുംബങ്ങളെടുത്തോ വേണ്ടപ്പെട്ടവരെടുത്തോ അങ്ങനെയൊന്നും പറയാതെ, ഒന്നുമില്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല ലോകത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിരിയുന്ന ഒരവസ്ഥ, അതാണ് ഇത്. അത് നമ്മൾ അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, അപ്പോൾ വേണോ വേണ്ടേ, ഇങ്ങനെ ഒരു സജഷൻ നിങ്ങളെ പാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു, അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് വേണമെങ്കിൽ ചെറിയ തോതിൽ ഒരു റോളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ അസസ് ചെയ്തിട്ട്, ഇൻഡിവിജ്വലായിട്ട് അസസ് ചെയ്തിട്ട്, 2 പേരും അസസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ കാര്യം, അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ എങ്ങനെ വേണം ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്.
അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിഷയം മെനോപോസിനെ കുറിച്ച് സാറ് പറഞ്ഞു തന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അതുപോലെ ഇത് ഒരു 50കളിൽ ഡിവോഴ്സിലേക്ക് പോകുന്ന കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ 2 പേര് പരസ്പരം പിരിയാനൊക്കെ തീരുമാനിക്കുന്നത് മുന്നേ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളെ ഡോക്ടറിൻ്റെയൊക്കെ കൺസൾട്ടിങ് തേടുക. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിഹാരം ലഭിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മളോട് എഴുതി അറിയിക്കുക. അതിനുള്ള ഉത്തരവും മറുപടി തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.